ബിന്ദു, എടി എന്റെ ബ്ലൗസ് തയ്ച്ചായിരുന്നോ നീ? ഇല്ല, തയ്ച്ചിട്ടില്ല. എന്റെ പൊന്നു ബിന്ദു, ഒരു മാസമായില്ലേ ഞാനൊരു ബ്ലൗസ് അടിക്കാൻ കൊണ്ടുവന്നിട്ട്. ഇതുവരെ അത് തയ്ച്ചു കഴിഞ്ഞില്ലേ? എനിക്ക് അടുത്ത ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ട്, അതിനു മുമ്പെങ്കിലും തരുമോ നീ? ഞാൻ വെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ തയ്ച്ചാൽ മാത്രം മതി, 2 ദിവസം കൊണ്ട് തയ്ച്ച് തന്നേക്കാം. എനിക്ക് ജലദോഷം പിടിച്ചിട്ട് തീരെ പറ്റുന്നില്ലായിരുന്നു. ഇങ്ങനെ കുനിഞ്ഞിട്ട് മിഷനകത്തോട്ട് നോക്കാനേ പറ്റുന്നില്ലായിരുന്നു. കുറേ ഉണ്ടായിരുന്നു തയ്ക്കാനൊക്കെ. പറ്റണ്ടേ തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കല്യാണാകുമ്പത്തേനും തയ്ച്ചു തരാം. നിന്റെ അടുത്ത് തയ്ക്കാൻ കൊണ്ടു തന്നാലേ സമയത്ത് തിരിച്ചു തരികയെന്ന് എല്ലാരും പറയുന്നുണ്ട്. അത് നേര് തന്നെയാ അല്ലേ? ഓ, ആരാ പറഞ്ഞത്? ഷീജയായിരിക്കും. ഷീജ ഒരു ചുരിദാർ തയ്ക്കാൻ വേണ്ടി കൊണ്ടു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു അത് അവിടെ ഇരിക്കട്ടെ, ഞാൻ പറയുമ്പോൾ തയ്ച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് അവള് കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ ചുരിദാർ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഞാൻ പറഞ്ഞു നീയല്ലേ പറഞ്ഞ, നീ പറഞ്ഞിട്ട് തയ്ച്ചാൽ മതി എന്ന് പറഞ്ഞെന്ന്. എന്നിട്ട് ഇപ്പൊ അവൾ എല്ലാവരോടും പറഞ്ഞു നടക്കും ഞാൻ തയ്ച്ചു കുടിക്കുകയല്ലെന്ന്. അത് കൊള്ളാവോ അത്? ഷീജയൊന്നും എന്നോടൊന്നും പറഞ്ഞിട്ടില്ലേ? ഷീജയോട് പോയി ചോദിക്കുകയൊന്നും വേണ്ട, എന്നോട് പറഞ്ഞ അവളൊന്നും അല്ല. ഉം മരുമോൾ എന്തി ജോലിക്ക് പോയോ? എടി, അവള് ജോലി റിസൈൻ ചെയ്തെന്നേ, നീ അത് അറിഞ്ഞില്ലായിരുന്നോ? അവളുടെ വീട്ടിൽ നിന്ന് പോകാൻ എടുത്താ, ഇവിടുന്ന് ഒരുപാട് ദൂരെയല്ലേ, ചുമ്മാ കാശ് വണ്ടിക്കൂലിക്ക് കൊടുക്കാനേ ഉള്ളൂ. അതിനിപ്പോ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും നോക്കണമെന്നും പറഞ്ഞിട്ട് ഇപ്പൊ വീട്ടിൽ തന്നെയുണ്ട്, ജോലിക്കൊന്നും പോകുന്നില്ല. ആ, ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അത് ശരി. ഇപ്പൊ വീട്ടില് ചേച്ചിക്ക് ഒരു കൂട്ടായല്ലോ അല്ലേ? ഇനിയിപ്പം പണിയൊക്കെ എടുക്കാനും ഒക്കെ ഒരു കൂട്ടായല്ലോ. ചേച്ചിക്ക് ഒന്നാമത് കാലുവേദന, കൈവേദന, മുട്ടുവേദന അല്ലേ? ചേച്ചിയുടെ മകളുണ്ടായിരുന്നപ്പോ പാവ കൊച്ച് എല്ലാ പണിയും ഒടുക്കിയല്ലായിരുന്നോ? അയ്യോ, ചേച്ചിക്ക് വെറുതെ ആ കസേരയിൽ അങ്ങ് ഇരുന്നാ മതിയായിരുന്നല്ലോ. ഇപ്പൊ മകള് പോയപ്പോ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണ്ടായിരുന്നോ? ഇനിയിപ്പോ മരുമോള് ചെയ്തോളല്ലോ, അവള് ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ. അതെ, എന്റെ മകളെ ഞാൻ അങ്ങനെയാ വളർത്തിയത്. 2ാം ക്ലാസ് മുതൽ ഞാൻ സർവ്വ വീട്ടുപണികളും പഠിപ്പിച്ച് അടുക്കളപ്പണി കംപ്ലീറ്റ് പെണ്ണിനെ അറിയായിരുന്നു. ഒരു 3ാം ക്ലാസ് കഴിയുന്ന ആ സമയത്ത് തന്നെ കൊച്ചു ചോറ് വെച്ച് വാർക്കുമായിരുന്നു എന്റെ മകള്. അത് ഞാൻ വളർത്തിയതിന്റെ ഗുണം. ഇതിനങ്ങ് ഒരു കോപ്പം അറിയത്തില്ല, മരുമോളാന്നും പറഞ്ഞ് വന്ന് കയറിയ സാധനത്തിന്. ഒരു കാര്യം നോക്കിയും കണ്ടും എടുക്കാനും അറിയത്തില്ല, അടുക്കളപ്പണിയും അറിയത്തില്ല. അയ്യോ, ഒരു കറിയൊക്കെ വെച്ചാൽ ഒന്നിനും കൊള്ളിയല്ല. അങ്ങനത്തെ ഓരോ തള്ളമാര് വളർത്തുന്നതിന്റെ ഗുണം, അല്ലാണ്ട് എന്നാ. ഓർഡർ ചെയ്ത് മേടിക്കും മിക്കപ്പോഴും ഓരോ സാധനങ്ങൾ ഇഷ്ടപ്പെട്ടത്. ഇല്ല അവനെ വിളിച്ചോണ്ട് ഈ പോക്കാണ് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തേലും കാണിക്കട്ടെ, ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഒരു നോട്ടമുണ്ട്, മനുഷ്യനെ ദഹിപ്പിക്കുന്ന പോലത്തെ ഒരു നോട്ടം. എന്നാ പറയാനാ അതിനോടൊക്കെ? മോളുടെ വീട്ടിൽ പോകാറുണ്ടോ? സുഖമാണോ അവക്ക്? ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് കുറെ ആയല്ലോ. മകൾക്ക് സുഖമാ, അവക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ അങ്ങനെ അങ്ങോട്ടും അധികം പോകാറൊന്നും ഇല്ല. അയ്യോ, പക്ഷെ ഞാൻ വളർത്തി വിട്ട കൊച്ചൊന്നും അല്ല ഇപ്പൊ. എന്റെ പൊന്നു ബിന്ദു, ഒന്നും പറയണ്ട. ഒരു ചിട്ടയില്ലാത്ത കുടുംബമാന്നേ. രാവിലെ എഴുന്നേറ്റു, എഴുന്നേറ്റാലും കുഴപ്പമില്ല, എഴുന്നേറ്റില്ലേലും കുഴപ്പമില്ല. അതുകൊണ്ട് പെങ്കൊച്ചിന്റെ സർവ്വ ചിട്ടയും അടക്കവും ഒതുക്കവും എല്ലാം പോയി. അയ്യോ, ഇപ്പൊ കോലം ഭാഷയൊക്കെ ഒന്ന് കാണണം. അത് അവിടുത്തെ അമ്മ അങ്ങനത്തനാന്നേ. അതുകൊണ്ട് ആ പെണ്ണ് അങ്ങനെയായി പോയതേ. എന്റെ മകളാന്ന് ഇപ്പൊ നീ കണ്ടാ പറയല, അമ്മാതിരി പെണ്ണ് മാറിപ്പോയി. ഇനിയിപ്പോ ഉണ്ടാകുന്ന പിള്ളേരെയൊക്കെ അതുമാതിരി ചിട്ടയില്ലാതെയല്ലേ വളർത്തുള്ളൂ. എന്തെങ്കിലും കാണിക്കട്ടെ. ഇനിയിപ്പം എനിക്ക് അവിടെ വല്ല റോളും ഉണ്ടോ? ഇപ്പൊ അവളുടെ അമ്മായിയമ്മ പറയുന്ന കേട്ട് അവള് ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. ഞാനെന്നാ പിന്നെ ചെല്ലട്ടെ, കൊറേ പണിയുണ്ടെന്നേ. ആ ആ എടാ, ഒരെണ്ണം മരുമോളാന്നും പറഞ്ഞ് ഉള്ളതിനെ കൊണ്ട് ഒരു ഉപകാരം ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഓ, ഇതുപോലത്തെ ഒരു സാധനം. ഏതായാലും ആ മകൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു, കല്യാണം കഴിഞ്ഞ് പോയ പിന്നെ. ഏതായാലും നല്ലൊരു കുടുംബത്തോട്ടാ ചെന്നേന്ന് തോന്നുന്നു. ഓ, സ്വന്തം തള്ളയാണേലും ഇവിടെ ഇട്ട് അതിനെ എന്തുമാത്രം കഷ്ടപ്പെടുത്തി. എന്തെല്ലാം പണിയെടുത്തിട്ടായിരുന്നു അത് സ്കൂളിലും കോളേജിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പാവം തോന്നുമായിരുന്നു കണ്ടാല്. എന്തായാലും അതിന് നല്ല ജീവിതം കിട്ടിയല്ലോ. മരുമോൾക്ക് കുറച്ച് തൻ്റെ ഉള്ളതുകൊണ്ട് ഇവിടെ പിടിച്ചു നിൽക്കുമെന്ന് തോന്നുന്നു. ഓ, തമ്പുരാട്ടി മുട്ട പൊരിച്ച് വെച്ച് മുട്ടത്തോടൊക്കെ വെച്ചേക്കുന്നത് കൊണ്ട കളയാണ്ട്. അത് പൊടിച്ച് ആ ചെടിയുടെ ചോട്ടിലോട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് ഇട്ടുകൂടി ഇതിന്. വന്നോ? ഈ മുട്ട പൊരിച്ചിട്ട് ഈ മുട്ടത്തോട് ഇത് ആർക്ക് വെച്ചേക്കോ ഇത്? ഏ ഇത് കൊണ്ടിട്ട് കളഞ്ഞിട്ട് പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചുകൂടാ നിനക്ക്? അമ്മേനോട് ഞാൻ എടുത്തു കളയാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ തന്നെ അതൊക്കെ വൃത്തിയാക്കിക്കോളാം, അവിടെ വെച്ചേക്ക്. ഞാനൊന്ന് പുറത്തേക്ക് പോയതാണ്. എന്നോട് പറഞ്ഞോ ഇല്ലേന്നുള്ളതാണോ? എനിക്ക് ഇങ്ങനെ കാണുന്നതേ എനിക്ക് അരിശമാണ്. ഒരു പണി ചെയ്താൽ അത് ചെയ്ത് തീർത്ത് വൃത്തിയാക്കി വെച്ചോണം. പക്ഷെ എന്റെ അമ്മ, ആ തുണി ഭയങ്കരമായിട്ട് വെയിൽ കൊണ്ടിട്ട് നരച്ചു പോകണ്ടെന്ന് കരുതി അതൊന്ന് എടുത്ത് വെച്ചിട്ട് ബാക്കി പണി ചെയ്യാന്ന് വിചാരിച്ചൊന്ന് പുറത്തേക്ക് പോയതല്ലേ. അത് ശരി. നീ ഈ മുട്ട പൊരിച്ചെങ്കിൽ നീ അതിന്റെ കാര്യങ്ങളൊക്കെ തോടെല്ലാം കൊണ്ടാ കളഞ്ഞ് അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ച് വേണ്ടേ അടുത്ത പണിക്ക് പോകാൻ വേണ്ടിട്ട്. ഞാനൊക്കെ ഒരു അടുക്കളയിൽ കയറി ഒരു ഭക്ഷണം ഉണ്ടാക്കി ഒരു 5-6 കറി വെച്ചാലും അത് വെച്ച സ്ഥലമാണെന്ന് പറയല. അത്രയും വൃത്തിയാക്കിയിട്ടേ ഞാൻ അടുത്ത പണിക്ക് പോകുള്ളൂ. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വളർത്തി വിട്ടവരെ പറഞ്ഞാൽ മതിയല്ലോ. മകളെ ഇങ്ങനെ അടുക്കും ചിട്ടയില്ലാതെ വളർത്തിയവരെ പറഞ്ഞാൽ മതിയല്ലോ. അല്ലാണ്ട് നിന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ ഇത് ആദ്യമേ തുടക്കത്തിലേ ഇതൊക്കെ പഠിപ്പിച്ച് വിടേണ്ടതാ. അല്ലാണ്ട് ഇനി ഇപ്പൊ പറഞ്ഞു നിന്നെ മനസ്സിലാക്കാനൊന്നും പറ്റുന്ന കാര്യമൊന്നുമല്ല. ഇനിയിപ്പോ പറയുന്നൊന്നും ആ അർത്ഥത്തിലല്ല ഇനി എടുക്കാൻ പോകുന്നത്. കൊണ്ടുപോയിട്ട് ഇത് കളഞ്ഞ് വൃത്തിയാക്കി വെച്ചു. എനിക്ക് ഇങ്ങനെ ഒന്ന് കാണരുത്. എനിക്ക് കൂവീച്ചയും പിടിച്ച് വൃത്തികേടായിട്ട് കിടന്നു. ഞാൻ പറഞ്ഞേക്കാൻ ഞാൻ. ഓണവിൽ തമ്പുരുമീട്ടും വീട്. അല്ല, നീ അവന് രാവിലെ ചമ്മന്തി അരച്ചു കൊടുത്തില്ലേ? അവൻ ചമ്മന്തി വേണമെന്ന് പറഞ്ഞിട്ട്.
ചമ്മന്തി അരച്ചില്ലമ്മ. എനിക്ക് രാവിലെ ചമ്മന്തിയും കൂടെ അരയ്ക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. സാമ്പാർ ആക്കിയിട്ടുണ്ട്, പിന്നെ മുട്ടയും പൊരിച്ചു, പിന്നെ അച്ചാറും ഉണ്ട്, മീൻ പീര വെച്ചതും ഉണ്ട്. അത് കൂട്ടിയിട്ട് രാവിലെ ചേട്ടന് ചോറ് കൊടുത്തു വിട്ടു. എന്നാലും അവൻ ചമ്മന്തി വേണമെന്നൊരു ആഗ്രഹം പറഞ്ഞതല്ലേ, അത് തിന്നാൻ ആഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കല്ലേ പറഞ്ഞത്. നിനക്ക് അച്ചിരി ചമ്മന്തിയും കൂടെ ഒന്ന് ആകെ കൊടുക്കായിരുന്നു. അതിനിപ്പോ അത്രയല്ലേ പണിയുള്ളൂ. ഓ, ചെറുക്കൻ ആഗ്രഹിച്ച് ചോദിച്ചതാ പാവം. ഉച്ചയ്ക്ക് ചോറ് തിന്നാൻ വേണ്ടിയിട്ട് പാത്രം തുറക്കുമ്പോ അത് ഓർക്കും, ഇച്ചിരി ചമ്മന്തി ആഗ്രഹിച്ചിട്ട് ആക്കിയില്ലല്ലോ എന്ന്. ഇച്ചിരി ആക്കി കൊടുക്കുന്നതിന് നിനക്ക് അത്രയല്ലേ പണി ഉണ്ടായിരുന്നുള്ളൂ. അമ്മ, എനിക്ക് 2 കൈയല്ലേ ഉള്ളൂ. രാവിലെ നേരം വെളുത്ത് എഴുന്നേറ്റ് ഞാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത്? ചോറും കറിയും ഒക്കെ ആക്കണം, ചായയും കടിയും എല്ലാം ആക്കണ്ടേ? ഇതൊക്കെ ആക്കി വരാൻ ഞാൻ മനുഷ്യ സ്ത്രീ അല്ലേ, ഞാൻ റോബോട്ടൊന്നും അല്ലല്ലോ. എനിക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധിയില്ലേ അമ്മേ? പിന്നെ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ഇനിയിപ്പോ ചമ്മന്തി വൈകുന്നേരം വരുമ്പോഴത്തേക്കും ആക്കി വെച്ചാൽ മതിയോന്ന്. ആ, മതിയെന്ന് പറഞ്ഞു. ചേട്ടനൊരു പ്രശ്നവും ഇല്ല. പിന്നെ അമ്മയ്ക്ക് എന്താ പ്രശ്നം? എന്റെ ചേട്ടനൊരു പ്രശ്നവും ഇല്ല, അമ്മയ്ക്ക് എന്താ പ്രശ്നം? എന്ത് പറഞ്ഞാലും പിന്നെ തറുതലയല്ലേ പറയുള്ളൂ. മനുഷ്യനെ കളിയാക്കിയ രീതിയിലുള്ള ഒരു വർത്താനം. ഭാര്യമാരായിട്ടുണ്ടെങ്കിൽ അങ്ങനെയാ. ഭർത്താക്കന്മാർ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ അതൊക്കെ അങ്ങോട്ട് സാധിച്ചൊക്കെ കൊടുക്കണം. അവർ പുറത്തൊന്നെങ്കിലും കഷ്ടപ്പെട്ട് പണിക്ക് പോകുന്നതല്ലേ. ഇപ്പൊ ഇച്ചിരി ഭക്ഷണ സാധനമൊക്കെ ആഗ്രഹം പറയുമ്പോ, വീട്ടിലെ അമ്മ അങ്ങനെ ആയിരിക്കും അല്ലേ. അച്ഛനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം പറയുമ്പോ അതിന് പുല്ല് വിലയായിരിക്കും. അതാ മകളും ഇങ്ങനെയായി പോയത്. അമ്മയുടെ വർത്താനം കേട്ടാ വിചാരിക്കും ഞാൻ എന്റെ ഭർത്താവിന് രാവിലെ ഒരു ഗ്ലാസ് ചായ പോലും കൊടുക്കാണ്ടാ വിട്ടതെന്ന്. ഇത് ചോറും ഇത്രയും കറികളും ഞാൻ പാഴ്സൽ ചെയ്ത് കൊടുത്തു വിട്ടില്ലേ. പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിന് വെറുതെ വഴക്കിന് വരാതമ്മേ. പിന്നെ അമ്മ ഈ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് എന്റെ അമ്മയുടെ വളർത്തു ദോഷമാ, വളർത്തു ദോഷമാന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് എനിക്ക് അത്ര പിടിക്കുന്നൊന്നുമില്ല. പിന്നെ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടൊന്നും മിണ്ടാതിരിക്കുന്നേ. ഞാൻ മിണ്ടാതിരിക്കുന്നവർ അമ്മ വല്ലാണ്ട് ഇങ്ങനെ തലേ കയറാൻ വരരുത് ദയവ് ചെയ്തിട്ട്. വെറുതെ കുടുംബ പ്രശ്നം ഉണ്ടാക്കരുത്. അങ്ങനെ അമ്മമാരെ പറയത്തുള്ളൂ. പെമ്മക്കൾ ഇങ്ങനെയൊക്കെ കെട്ടിച്ചു വിട്ട വീട്ടിൽ ചെന്ന് പെരുമാറിയിട്ടുണ്ടെങ്കിൽ വളർത്തിയ അമ്മമാരെ പറയത്തുള്ളൂ. അതുകൊണ്ടാണ് പല അമ്മമാരും പെമ്മക്കളെ നല്ല ചിട്ടയിൽ വളർത്തുന്നതേ. അമ്മമാരെ പറയത്തുള്ളൂ. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു അമ്മ! ശോ, എന്റെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ്. ഒരു സ്ഥലത്ത് ഇരിക്കുന്ന കണ്ടുകൂടാ. ആവശ്യമില്ലാതെ. തുണി നനയ്ക്കാൻ പോവായിരിക്കും. തുണി നനച്ചിട്ട് വരാം. അവന്റെ നല്ലൊരു പച്ച ഷർട്ടിന്റെ ബട്ടൺസ് അങ്ങ് പൊട്ടിച്ചു കളഞ്ഞല്ലേ. അത് ഞാൻ അലക്കിപ്പോ അറിയാതെ പൊട്ടിപ്പോയതമ്മ, ഞാൻ കണ്ടുമില്ല. അവന്റെ ഇഷ്ടപ്പെട്ട ഷർട്ടായിരുന്നു, ആഗ്രഹിച്ച് വാങ്ങിച്ചത്. അതിന്റെ ബട്ടൺസ് ഒക്കെ എന്തൊരു ഭംഗിയുള്ളതാ. അതൊക്കെ ഇവിടെയൊക്കെ വാങ്ങിക്കാൻ കിട്ടുമെന്ന് തന്നെ അറിയത്തില്ല. അത്രയും നല്ല ഷർട്ട്, അവൻ അത്ര ഇഷ്ടപ്പെട്ട ഒരു ഷർട്ടായിരുന്നത്. എന്തായാലും അത് നശിപ്പിച്ച് പൊട്ടിച്ച് കളഞ്ഞ്. അമ്മയുടെ വർത്താനം കേട്ടാ വിചാരിക്കുമല്ലോ ഞാൻ ആ ബട്ടൺസ് ഷർട്ടിനകത്ത് വലിച്ചു പറിച്ചെടുത്ത് കളഞ്ഞതായിരിക്കുന്നു. ഇത് അറിയാണ്ട് പറ്റിപ്പോയാന്ന് ഞാൻ പറഞ്ഞില്ലേ. ശ്രദ്ധിക്കണം. ഇതിനാണ് ഈ ശ്രദ്ധക്കുറവെന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എന്തായാലും ഷർട്ട് കാണുമ്പോൾ അതിന്റെ വിലയും നിലയും അറിയാലോ. അപ്പൊ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണ്ടേ. ഞാനൊന്നും പറയുന്നൊന്നുമില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല. അവൻ അത്രയേ ഇഷ്ടപ്പെട്ട ഷർട്ട് ആവും. വൈകുന്നേരം വരുമ്പോ അവന്റെ കയ്യിൽ നല്ലോണം കിട്ടിക്കോളും. മേടിച്ചോ, നല്ലോണം മേടിച്ചോ. ശരി. വഴക്കോ അടിയോ കിട്ടുവാണെങ്കിൽ അത് എനിക്കിട്ട് മാത്രമല്ലേ കിട്ടുള്ളൂ. അമ്മയ്ക്കൊരു പ്രശ്നമില്ലല്ലോ. അതെന്നെ മാത്രം ബാധിക്കുന്ന കാര്യമല്ലേ. ഞാൻ കൊണ്ടോളാം. അമ്മ വെറുതെ വേണ്ടാത്ത കാര്യത്തിനകത്ത് ഇങ്ങനെ തലയിടാൻ വേണ്ടിട്ട് വരണ്ട, വെറുതെ വഴക്കടിക്കാൻ വേണ്ടിട്ട്. അഹങ്കാരി! നല്ലൊരു ഷർട്ടിന്റെ ബട്ടൺസ് പൊട്ടിച്ചിട്ട് വല്ല കുലുക്കുണ്ടോ നോക്കിക്ക്. എന്റെ ദൈവമേ, 10-15 കൊല്ലം മുമ്പ് ഞാൻ എന്റെ കെട്ടിയവനെ ഷർട്ട് അലക്കിയപ്പോ ഒരു ബട്ടൺസ് പൊട്ടിച്ചിട്ട് അങ്ങേര് വരുന്നവരെ പേടിച്ച് കിലുകിലാ കറച്ചാ ഞാനൊക്കെ നിന്നത്. ഇപ്പൊക്കെ വല്ല കൂസലും ഉണ്ടോ നോക്കിക്ക്. എന്റെ ദൈവമേ, വല്ലാത്തൊരു ഇത് തന്നെ. അഹങ്കാരം. വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ചേച്ചി മാത്രമേ ഉണ്ടാവുള്ളെന്ന്. അമ്മ വരുന്ന കാര്യം പറഞ്ഞേ ഇല്ലല്ലോ. അയ്യോ മോളെ, ഞാൻ വരണമെന്നൊന്നും വിചാരിച്ചതല്ല. അന്നേരം പിന്നെ എനിക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോ ആ കൂടെ ഞാനും വന്നു. എന്നാ ഒന്ന് വീട്ടിലും കൂടെ കേറിയിട്ട് വരാം എന്നും പറഞ്ഞിട്ട് അവളുടെ കൂടെ ഞാനും ഇങ്ങ് പോന്നതാ. എനിക്ക് ഇങ്ങോട്ട് വരണം എന്നൊരു പ്ലാനേ ഉണ്ടായിരുന്നില്ല. പിന്നെ ടൗണില് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വരുമ്പോ എന്തായാലും ഇവിടെയും കൂടി ഒന്ന് വരാം. വല്ലപ്പോഴും അല്ലേ ഒരു ലീവ് കിട്ടുന്നേ. സൺഡേ എന്തായാലും വരാൻ പറ്റില്ല. എനിക്ക് ഇന്ന് ലീവാ, അമ്മയ്ക്കും ലീവാ. അപ്പൊ പിന്നെ ഞാൻ ഷോപ്പിങ്ങിന് വരണം എന്ന് പറഞ്ഞപ്പോ അമ്മയും കൂടി വന്നതാ. ഇനി തിരിച്ചു പോകുമ്പോൾ വേണം, ഒന്നും വാങ്ങിയിട്ടില്ല. ഇതൊക്കെ വാങ്ങി ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് വീട്ടിലെത്തുമ്പോ ഞാനും അമ്മയും കൂടി വീട്ടിലെത്തുമ്പോ എന്തായാലും രാത്രിയാവും. നിങ്ങൾ ശരിക്കും നല്ല ഫ്രണ്ട്സ് മാതിരിയല്ലേ. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു. എന്റെ അമ്മ ദീപേനെ ഇവിടെ ഇട്ടിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യാൻ, അമ്മയുടെ സ്വഭാവം അങ്ങനെയായി പോയി. അത് മാറ്റാൻ പറ്റൂല. എന്താ പറയാ, ഒരു വഴക്കാളി സ്വഭാവം. അമ്മ പിന്നെ ചേച്ചിയോടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ മരുമോളായ ഞാനിതിൽ കൂടുതൽ എന്തോ പ്രതീക്ഷിക്കണം. വന്നായിരുന്നോ നിങ്ങള്? അയ്യോ, അമ്മയും കൂടി വരുന്നുണ്ടായിട്ട് നീ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ അമ്മ വരുന്നുണ്ടെന്ന്.
ഇതിനൊക്കെ ഒന്ന് പറയണ്ടേ? ഒന്ന് വിളിച്ച് പറഞ്ഞാലല്ലേ അറിയത്തുള്ളൂ. അമ്മ അയ്യോ ദൈവമേ ഒരു സാധനം ആക്കിയിട്ടില്ല. ഈ പെങ്കൊച്ച് പറഞ്ഞില്ലെന്നേ എന്നോട്. അയ്യോ ഞാനങ്ങനെ വരാനൊന്നും പ്ലാൻ ഇല്ലായിരുന്നു. അവന് മോൾ ഇറങ്ങിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഞാനും കൂടി അവളുടെ കൂടെ തന്നെ പോരാം. എന്നിട്ട് ഇവിടെയും കൂടി ഒന്ന് കേറാലോ എന്ന് വിചാരിച്ച അങ്ങനെ പെട്ടെന്ന് എടുത്ത തീരുമാനമാ. അല്ല ഇവിടെ കുടിക്കാനൊന്നും തന്നില്ല? നീ ഒന്നും കൊടുത്തില്ലേടി കുടിക്കാനൊക്കെ? അതും ഒരു പറഞ്ഞാലേ ചെയ്യത്തുള്ളൂ. അയ്യോ കുടിക്കാൻ ഒന്നും വേണ്ട, ഒരു സാധനം വേണ്ട. വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടാ. മോള് വന്ന് കേറിയപാടത് ചോദിച്ചതാ. വേണ്ട ഇപ്പൊ ഒന്നും വേണ്ട. മോൻ പോയോ മോളെ? ആ ചേട്ടൻ പോയി, രാവിലെ പോയി. അതെ അല്ലേ? ആ 8 മണിക്ക് പോണം. രാവിലെ പോയി ആ ചെറുക്കൻ. ഇച്ചിരി ചമ്മന്തി അരച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അതുപോലും അവക്ക് മേലായിരുന്നു. അത് ആശിച്ച് ചോദിച്ചതാ. അതുപോലും ചെയ്തു കൊടുക്കാൻ മേലായിരുന്നു. ചോറും 3-4 കറികളും ഒക്കെ ആക്കി വന്നപ്പം സമയം കിട്ടാതായി പോയതുകൊണ്ടാ. ഇപ്പൊ വൈകുന്നേരത്തേക്ക് ആക്കി വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും കറികളുണ്ടെങ്കിൽ അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രയും കറികളുണ്ടായിരുന്നു. അത്രയും നിനക്ക് തോന്നുന്നതാണോ നീ ഉണ്ടാക്കി കൊടുക്കേണ്ടത്? അല്ല ചേച്ചിക്ക് രാവിലെ എഴുന്നേക്കിയല്ലേ, ചേച്ചിക്ക് ഇച്ചിരി ചമ്മന്തി ഉണ്ടാക്കത്തില്ലായിരുന്നു. ഈ ചമ്മന്തിയൊക്കെ അമ്മമാരരയ്ക്കുന്നേ അമ്മക്ക് ഇഷ്ടം. അയ്യോ എന്നെ കൊണ്ടൊന്ന് രാവിലെ എഴുന്നേക്കാനൊന്നും വയ്യോ. എന്റെ ദൈവമേ എത്ര കാലത്തോടെ രാവിലെ ഏറ്റതാ. പിന്നെ എന്തിനാ അവനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചത് എന്തിനാ? ഇനി അമ്മ തന്നെ രാവിലെ ഏറ്റിട്ട് എല്ലാം ഉണ്ടാക്കി പെറുക്കി കൊടുക്കാനാണെങ്കിൽ പെണ്ണ് കെട്ടിക്കേണ്ട കാര്യമുണ്ടോ? എന്നെ കൊണ്ട് രാവിലെ ആക്കാനൊന്നും വയ്യപ്പോ. എന്റെ ദൈവമേ തീരെ പറ്റിയില്ല. രാവിലെ ആക്കാൻ പറ്റുമായിട്ടൊന്നും അല്ല. എനിക്ക് മുറ്റത്തൊരു ചെറിയൊരു പുല്ല് മുളച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അന്നേരം അത് പറിച്ചെടുത്ത് കളയണം. ഞാൻ അത്രയും വൃത്തിക്ക് ഇടുന്നതാ. അവളൊന്നും ഒന്നും ചെയ്യൊന്നും ഇല്ലെന്നേ. അതിപ്പോ ആ പെങ്കൊച്ച് രാവിലെ എഴുന്നേറ്റിട്ട് ഇപ്പൊ എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഒരു വീട്ടിലെ പണികളൊക്കെ മൊത്തം ഇപ്പം വന്നു കയറുന്ന മരുമക്കൾ തന്നെ ചെയ്യണമെന്നൊന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല. നമുക്ക് സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ അവർക്ക് അവരെ കൊണ്ട് പറ്റുന്നതൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടട്ടെ. പിന്നെ അവളെ ഇങ്ങനെ ഭരിക്കാൻ നിൽക്കാതെ ചേച്ചി നല്ല കൂട്ടുകാരെ പോലെ നിങ്ങൾ കഴിയാൻ നോക്കിക്ക്. ഇപ്പൊ ചേച്ചിയുടെ മോളോട് ചോദിച്ചു നോക്കി. ഞങ്ങൾ എത്ര കൂട്ടുകാർ, എനിക്കാണെങ്കിൽ ഒരു മകളായിട്ടല്ല മരുമോളുമായിട്ടല്ല, ഞങ്ങൾ രണ്ട് കൂട്ടുകാരെ പോലെയാ. അങ്ങനെ ഒന്ന് ജീവിച്ചു നോക്കിക്കുക. നല്ല രസം അങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഇങ്ങനെ അവളെ ഇങ്ങനെ ഭരിച്ചും വഴക്ക് പറഞ്ഞും ഇങ്ങനെ എപ്പോഴും തമ്മിൽ തല്ലിയൊക്കെ എന്തിനാ ഇങ്ങനെ കഴിയുന്നത്? ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ. പറ്റുന്നവരെയൊക്കെ ചേച്ചിയും കൂടെ സഹായിക്കും അടുക്കളയിലൊക്കെ. അല്ലാതെ അവൾക്ക് പറ്റുന്ന അവള് ചെയ്യട്ടെന്നേ. നാളെ ഒരു കാലത്ത് ഇപ്പൊ ചേച്ചി ഒന്ന് വയ്യാണ്ടായി ഇരിപ്പായാലും ഈ മകളല്ലേ ഉണ്ടാവുള്ളൂ, ഈ മരുമോളല്ലേ ഉണ്ടാവുള്ളൂ. അതൊന്ന് ചിന്തിച്ചാ മതി കേട്ടോ. എന്നിങ്ങനെ ഭരിക്കാൻ നിൽക്കാൻ അന്നേരം തോന്നിയല്ല. അമ്മയുടെ ഈ വഴക്കാലത്തെ സ്വഭാവം ഒന്ന് മാറ്റണം. ഇങ്ങനെ എല്ലാവരോടും തട്ടിക്കേറുകയും വഴക്ക് പറയുകയും ചെയ്യുന്ന ഈ സ്വഭാവം. അമ്മ എന്തിനാ ഇങ്ങനെ ആവുന്നത്? കുട്ടിക്കാലത്ത് എനിക്ക് ഓർക്കാൻ നല്ലൊരു ഓർമ്മകൾ പോലും ഇല്ല. അമ്മ അങ്ങനെ നല്ല ഓർമ്മകളും നല്ല അനുഭവങ്ങളും ഒന്നും എനിക്ക് തന്നിട്ടില്ല. എപ്പോഴും ശകാരിച്ചും ദേഷ്യം പിടിച്ചും അടിച്ചും തല്ലിയും അങ്ങനെ എന്നെ വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും ദൈവം കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു ജീവിതം തന്നത്. അമ്മയുടെ ചിട്ടയും വൃത്തിയും ഒക്കെ നല്ല കാര്യമോ, അതൊക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷെ അമ്മ ഇങ്ങനെ പെരുമാറുന്നതാണ് സഹിക്കാൻ മേലാത്തത്. ഞാനിവിടെ ജീവിച്ചപ്പോൾ അമ്മ എനിക്ക് സന്തോഷവും സമാധാനവും ഒന്നും തന്നിട്ടില്ല, സ്വന്തം മകളായിട്ട് കൂടിയിട്ട്. ദീപയൊക്കെ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ദേവി ചെയ്തിട്ട് അമ്മ അവരുടെ ജീവിതത്തിലെ സന്തോഷ സമാധാനം കൂടെ നശിപ്പിച്ച് കളയരുത്. നന്നായിട്ട് ജീവിക്കും. സ്വന്തം അമ്മയായിട്ട് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുപോലെ നല്ല നിങ്ങളെപ്പോലെ നല്ല കൂട്ടുകാരായിട്ട് സന്തോഷത്തോടെ കഴിയണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അമ്മയോട് എപ്പോൾ അടുക്കാൻ ചെല്ലുമ്പോൾ അമ്മ ഇങ്ങോട്ട് ചാടിക്കടിക്കാൻ വരും. പിന്നെ ഞാൻ എന്ത് ചെയ്യും? സത്യം പറഞ്ഞാൽ നിങ്ങളിങ്ങനെ കൂട്ടുകാരെ പോലെയൊക്കെ നടക്കുന്ന കാണുമ്പോൾ അങ്ങനെയൊക്കെ നടക്കണം എന്നൊക്കെ തോന്നും. പക്ഷെ ഉള്ളിലിരുന്നിട്ട് ആരോ അതിന് സമ്മതിക്കുന്നില്ല. ശ്രമിക്കാം. കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം.